നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. പ്രണയിനിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്നൊരു സംശയം. അതാണ് മലയാറ്റൂരിൽ ചിത്രപ്രിയ എന്ന് പറയുന്ന ആ ബിരുദ വിദ്യാർത്ഥിയെ കൊല്ലാൻ അലൻ കാരണമാക്കിയത്. ഗുജറാത്തിൽ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്ക് ഒരു പെൺകുട്ടിയോട് തന്നെ പ്രണയം. എന്നാൽ അവൾ ഒരാളെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു. മറ്റവൻ എന്തു ചെയ്തെന്നോ? സ്വന്തം കൂട്ടുകാരനെ പീസാക്കി 3 കുഴൽക്കിണറുകളിൽ തള്ളി. എത്രമാത്രം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഈ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ച ബിരുദ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം. ചിത്രപ്രിയയെ കല്ലുകൊണ്ട് അടിച്ചു കൊന്നത് സ്വന്തം ആൺ സുഹൃത്താണ് അലൻ. കൊലയ്ക്ക് കാരണം അത് മദ്യലഹരിയോ അതോ പ്രണയിനിയോടുള്ള സംശയമോ? ഒരാളൊഴിഞ്ഞ പറമ്പിലാണ്. അത് കൃത്യമായി പറഞ്ഞാൽ സെബിയൂരിൽ. മലയാറ്റൂരാണ് സംഭവം. മലയാറ്റൂർ മൂങ്ങമറ്റം സ്വദേശി 19-കാരിയാണ് ചിത്രപ്രിയ. സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് അവളുടെ മൃതദേഹം. ഏറെക്കുറെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. 2 ദിവസത്തോളം പഴക്കം. ആൺ സുഹൃത്ത് 21-കാരൻ അലനാണ് പിടിയിലായത്. വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്ക് അടിച്ചു കൊന്നു എന്നാണ് അലന്റെ മൊഴി. മദ്യലഹരിയിലായിരുന്നു ആ കുറ്റകൃത്യം ചെയ്തതെന്നൊക്കെ പ്രതി വെളിപ്പെടുത്തുന്നുണ്ട്. സംശയത്തിന്റെ പേരിൽ കല്ലുപയോഗിച്ച് തലക്കടിച്ച് കൊലപാതകം. അതും ഇത്രനാൾ ബന്ധമുണ്ടായിരുന്ന, പ്രണയം സൂക്ഷിച്ചിരുന്ന പെൺകുട്ടിയോട്. ഇവരുടെ തലയ്ക്ക് പിന്നിലും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ഈ മാസം 6-ാം തീയതി മുതൽ ചിത്രപ്രിയയെ കാണാനില്ലായിരുന്നു. കാണാത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു കുടുംബം. അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ പോലീസിന് വഴിത്തിരിവായത്. ചിത്രപ്രിയയ്ക്ക് അന്നൊപ്പമുണ്ടായിരുന്നത് അലനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് അലനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ചിത്രപ്രിയയെ ബൈക്കിൽ വീടിന്റെ അടുത്ത് കൊണ്ടുവിട്ടു എന്നായിരുന്നു തുടക്കത്തിൽ അലന്റെ പ്രതികരണം. അങ്ങനെ തുടർന്ന് പോലീസ് ഈ അലനെ വിട്ടയച്ചു. പക്ഷേ പോലീസിന്റെ അന്വേഷണം തുടർന്നു. സമീപ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. അന്വേഷണം ഇങ്ങനെ നടക്കുന്നതിനിടെ നാട്ടുകാർ ഒരു കാട് പിടിച്ച പ്രദേശത്ത് ഒരു പറമ്പിൽ അവിടെ ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ജീർണിച്ച് 2 ദിവസത്തെ അഴുകിയ ഒരു മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നു. ഈ കല്ലുകളിൽ രക്തക്കറയുണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തിയതോടുകൂടി അലനെ വീണ്ടും വിളിപ്പിക്കുകയാണ് പോലീസ്. പക്ഷേ അപ്പോൾ അലൻ പരസ്പര വിരുദ്ധ മൊഴികളാണ് നൽകിയത്. ബംഗളൂരുവിലായിരുന്നു ചിത്രപ്രിയ പഠിച്ചിരുന്നത്. അവിടെ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയാണ്. നാട്ടിലെ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിന് വേണ്ടി കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രപ്രിയ വന്നത് തന്നെ. വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ചിത്രപ്രിയ അലന്റെ കൂടെ പോയത് എന്ന് കുടുംബം പറയുന്നു. ഞായറാഴ്ച പുലർച്ചെ 1:53 ഏതാണ്ട് പുലർച്ചെ 2 മണിയോട് കൂടിയുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആ ദൃശ്യങ്ങളാണ് നിർണായകമായത്. മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നതും ആ വീഡിയോയിലുണ്ട്. പലപ്പോഴും പെൺകുട്ടി അലനും സുഹൃത്തുക്കൾക്കും ഒപ്പം തന്നെ ആയിരുന്നു സമയം ചെലവിട്ടിരുന്നതെന്നും കുടുംബം പറയുന്നുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് അലന്റെ കുടുംബത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നാണ് വിവരം. ആരാണ് അലൻ? അലൻ ഒരു ഡ്രൈവിംഗ് തൊഴിലാളിയാണ്, ഡ്രൈവറാണ്. മാത്രമല്ല വെൽഡിംഗ് ജോലികളും ചെയ്യും. പലപ്പോഴും അലനുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഈ ഫോൺ എടുക്കാത്തതിനെ ചൊല്ലിയുള്ള സംശയം അത് നിലനിന്നിരുന്നു 2 പേർക്കും ഇടയിൽ എന്നാണ് മൊഴി. മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന് സംശയിച്ചു അലൻ. അങ്ങനെ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയ അലൻ പോലീസിന് നൽകിയ സൂചന അതാണ്. ബംഗളൂരുവിൽ പഠിക്കുകയാണല്ലോ ചിത്രപ്രിയ. അവിടെ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടിക്ക് അവിടെയുള്ള ഒരു ആൺ സുഹൃത്തുമായി ബന്ധമുണ്ട് എന്ന് അലൻ സംശയിച്ചു. ആ സംശയമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അവളുടെ ഫോണിലെ
മറ്റ് ആൺകുട്ടികളുമായി ഒപ്പമുള്ള ഫോട്ടോസ് കണ്ട അലൻ പ്രകോപിതനായി. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പോലീസ് എന്താണെങ്കിലും പരിശോധിക്കുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയും പെൺകുട്ടി അലനും ഈ അലന്റെ കൂട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് വിവരം. കേരളത്തെ ആകെ ഞെട്ടിച്ചു. കാരണം ഒരു ബിരുദ വിദ്യാർത്ഥിനിയാണ്. അവളുടെ ആൺ സുഹൃത്ത് അവൻ തന്നെ അവളെ തലക്കടിച്ചു കൊല്ലുന്നു. അതും അതിക്രൂരമായി, കല്ലുകൊണ്ട് തലക്കടിച്ച് നിഷ്ഠൂരമായി കൊല്ലുന്നു. 2 ദിവസം ശേഷമാണ് അവളുടെ മൃതദേഹം തിരികെ കിട്ടുന്നത്. എങ്ങനെ വിശ്വസിക്കും ഈ കാലഘട്ടത്തിൽ? ഈ ജെൻസി തലമുറ അവർക്ക് മുന്നിലുള്ള നേർവഴികളെ ആര് കാട്ടിക്കൊടുക്കും? ഇതാണെങ്കിലും കൂടുതൽ സത്യാവസ്ഥ വെളിച്ചത്ത് വരട്ടെ. ഇനി നമ്മൾ പോകുന്നത് ഗുജറാത്തിലേക്കാണ്. പെൺ സുഹൃത്തിനെ ചൊല്ലിയായിരുന്നു ആ സുഹൃത്തുക്കൾക്കിടയിലെ തർക്കം. ഒരാൾ തന്റെ കൂട്ടുകാരനെ കൊന്ന് കഷണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറിലാക്കി പലവിധ കിണറുകളിലായി തള്ളി രക്ഷപ്പെട്ടു. ഗുജറാത്തിലെ നഗത്രാന എന്ന സ്ഥലം, അവിടെയാണ് ഈ സംഭവം. മുരു സ്വദേശി രമേശ് മഹേശ്വരിയാണ് മരിച്ച ആ ചെറുപ്പക്കാരൻ. അറസ്റ്റിലായത് അവന്റെ കൂട്ടുകാരൻ കിഷോറും. കുറച്ച് ദിവസങ്ങളായി ഈ രമേശ് മഹേശ്വരിയെ കാണാനില്ലായിരുന്നു. രമേശിനെ കാണാതായത് ഡിസംബർ 2-ാം തീയതിയാണ്. അങ്ങനെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംശയത്തെ തുടർന്ന് കിഷോറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ കുറ്റകൃത്യം പ്രതി സമ്മതിക്കുകയായിരുന്നു. എന്താണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നറിഞ്ഞ പോലീസ് ഞെട്ടി അക്ഷരാർത്ഥത്തിൽ. गांव में जो रमेश पुंजाबाई है, जो गुम अनार व्यक्ति था, उसके मित्रों के साथ, अन्य लोगों के साथ संबंधों की तपास की गई. ह्यूमन सोर्सेज के थ्रू, ह्यूमन इंटेलिजेंस के थ्रू और टेक्निकल इंटेलिजेंस के थ्रू लगातार प्रयास किए गए और लगातार प्रयास करने का परिणाम हमें प्राप्त हुआ. जानकारी प्राप्त हुई. लगातार इंट्रोगेशन करने के कारण रमेश पुंजाभाई का मित्र, जिनसे रमेश का मोबाइल फ़ोन भी रिकवर नखत्राना पुलिस ने किया, जो रमेश का शरीर था उसको वाड़ी में ही 174 सेंटीमीटर लंबाई का, लगभग 2 से 2.5 फीट की गहराई का गड्ढा खोद करके उसमें प्लास्टिक की थैली में डाल करके उसमें माटी डाल दी. इसके पश्चात रमेश ने, जब पुलिस 3 तारीख को रजिस्टर करने के बाद 4 तारीख को लगातार उसको ढूंढने का प्रयास कर रही थी रमेश को, तो किशोर ने रमेश का फ़ोन पुलिस को रजू किया और पुलिस को गलत दिशा में दौड़ाने का भी प्रयास किया. പ്ലാസ്റ്റിക് കൂടുകളാക്കി കഷ്ണങ്ങളായി ആ ശരീരത്തെ അയാൾ വെട്ടിനുറുക്കിയിരുന്നു. സ്വന്തം കൂട്ടുകാരനാണ്. പക്ഷേ യാതൊരു ദാക്ഷിണ്യമില്ലാതെയായിരുന്നു കൊലപാതകം. എന്താണ് കൊലപാതകത്തിന് കാരണം? പോലീസ് അത്രമാത്രം ഞെട്ടാൻ കാരണം എന്താണ്? സ്വന്തം സുഹൃത്തിനെ കൊന്നു തള്ളാൻ പാകത്തിന് എന്താണ് ഇത്രമാത്രം അയാൾക്കുണ്ടായ പക? കാര്യം പറയാം. ഇരുവർക്കും പരിചിതയായ ഒരു യുവതി, അവളെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. അതാണ് കാരണം. രമേശും ആ യുവതിയും തമ്മിലായിരുന്നു അടുപ്പം. കിഷോർ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനിടയിൽ ആ യുവതിക്ക് സന്ദേശങ്ങൾ അയക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. യുവതി ഇത് രമേശിനെ അറിയിച്ചു. ഇക്കാര്യം രമേശ് കിഷോറിനോട് ചോദിച്ചതോടുകൂടി തർക്കത്തിന് തുടക്കമായി. അവിടെ മെല്ലെ മെല്ലെ പക പുകഞ്ഞ് തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ ആ പെൺകുട്ടി കിഷോറിനെ ബ്ലോക്ക് ചെയ്തതോടുകൂടി വൈരാഗ്യം അതിരട്ടിയായി. ഇതിൽ പ്രകോപിതനായ കിഷോർ രമേശിനെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കിഷോർ രമേശിനെ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരാളെയും കൂടെ കുട്ടി. സുമിത് എന്നായിരുന്നു അയാളുടെ പേര്. ബാക്കി പോലീസ് പറയും. किशोर और रमेश, ये दोनों के बीच में एक महिला के साथ संबंधों को लेकर के आपसी तनाव पहले से चल रहा था. रमेश के एक महिला के साथ संबंध थे. इसकी जानकारी किशोर को प्राप्त हुई तो किशोर ने भी उस महिला के साथ संबंध रखने का प्रयास किया और उस महिला ने किशोर को इंस्टाग्राम पर ब्लॉक कर दिया.
इस बात का मन दुख रखते हुए रमेश और किशोर में झगड़ा हुआ कुछ दिन पहले, और उसमें बाद में आपस में बातचीत के द्वारा समाधान हुआ। किशोर की वाड़ी में जाने के लिए रवाना हुए और रास्ते में उनको विनय उर्फे सुमित, जो मरुगाई निवासी है, वो भी उनका मित्र है, वो मिला और उसको भी वो अपने साथ में वाड़ी पर ले गए। वाड़ी पर जाने के बाद में रमेश और किशोर में एक बार फिर से महिला को लेकर के बातचीत शुरू हुई और आपस में झगड़ा बढ़ गया। इसके चलते किशोर ने रमेश पर फावड़े से बारंबार वार करके उसकी വാടി में ही हत्या कर दी। ഒരു പെണ്ണിന്റെ പേരിൽ തുടങ്ങിയ തർക്കമാണ്. അവിടെ വെച്ചും ആ തർക്കം തുടർന്നു. ആ ഗ്രാമത്തിന് പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ തർക്കത്തിൽ എന്റെ പെണ്ണിന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ താൻ ആരാണെന്നുള്ള ചോദ്യത്തിൽ അവിടെ കൊലപാതകം തുടങ്ങുകയാണ്. അതിക്രൂര കൊലപാതകം. ശരീരഭാഗങ്ങൾ കഷ്ണം കഷ്ണമാക്കി പ്ലാസ്റ്റിക് കവറുകളിലാക്കി 3 കുഴൽ കിണറുകളായിട്ടാണ് ഇത് ഉപേക്ഷിച്ചത്. അതിനു മുകളിൽ വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചു. ബാക്കി ശരീരഭാഗം ആ കൊലപാതകം നടന്ന സ്ഥലത്തിന് സമീപമായി കുഴിച്ചിടുകയും ചെയ്തു. सबसे पहले तो कुल्हाड़ी और धारिया की मदद से रमेश के शरीर से उसका सर अलग किया और उस सर को वाड़ी के ही 1 नंबर के बोरवेल में डाल दिया और उसके ऊपर पत्थर डाल दिया। इसके पश्चात रमेश के दोनों हाथ अलग किए और दोनों हाथों को दूसरे नंबर के बोरवेल में डाला और रमेश की चप्पल को भी उस बोरवेल में डाला। तीसरे नंबर के जो बोरवेल था उसमें उसने कुल्हाड़ी और धारिया को एक थैली में डाल करके उसमें डाल दिया और उसमें भी उसने पत्थर डाल दिए। जो जो लोकेशंस किशोर ने बताई थी उसकी वाड़ी में गई और वहाँ पर जा कर के सभी बोरवेल से और ये प्लेस ऑफ ऑफेंस से रमेश का धड़ भी बरामद किया है। बोरवेल से हाथ, चप्पल, शरीर के अन्य अंग, सर के पार्ट्स भी बरामद करने में नखत्राना पुलिस स्टेशन ने काम किया है। അങ്ങനെ കാര്യങ്ങളെല്ലാം എണ്ണി കിഷോർ പറഞ്ഞു കൊടുത്തു പോലീസിന് എന്തൊക്കെയാണ് സ്വന്തം കൂട്ടുകാരനെ അയാൾ ചെയ്തതെന്ന്. ശരീരഭാഗങ്ങൾ എങ്ങനെ മുറിച്ചു, എങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കി, ഏതൊക്കെ കുഴൽ കിണറുകളിൽ, എല്ലാ കുഴൽ കിണറുകളിലും എത്തി ഇയാളെ കൊണ്ട് തെളിവെടുത്തു. അവിടെ നിന്നൊക്കെ ആ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കൂട്ടുകാരൻ്റെ കഷ്ണങ്ങളാക്കിയ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മാത്രമല്ല ചെരുപ്പ് പോലുള്ള വസ്തുക്കൾ. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. നടലും ഇത്രമാത്രം ക്രൂരമായിട്ടുള്ളൊരു കൃത്യം, അത് ഒരു പെണ്ണിനു വേണ്ടി, കലഹം, കാമിനി മൂലം. ഗുരുവായൂരിൽ ഓൺലൈൻ സെക്സ് റാക്കറ്റുകൾ സജീവമാണെന്നുള്ള വിവരം അത് ദിവസങ്ങളായി പുറത്തു വരുന്നതാണ്. ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതെന്നോ വാട്സപ്പിലെ വലിയൊരു കമ്മ്യൂണിറ്റി വഴി. ഗുരുവായൂരിൽ വളരെ സജീവമായിരുന്നു ഈ ഓൺലൈൻ സെക്സ് റാക്കറ്റ്. ആ സെക്സ് റാക്കറ്റിലെ 3 പേരാണ് ഇപ്പോൾ ഗുരുവായൂരിൽ പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ പരിപാടി, ഇവരുടെ ഈ സ്ത്രീവാണിഭം, പെൺവാണിഭം, അത് വാട്സപ്പ് ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ചായിരുന്നു. വാട്സപ്പ് കമ്മ്യൂണിറ്റികളുണ്ട്. ഈ കമ്മ്യൂണിറ്റികൾ വഴി സെക്സ് വാണിഭം നടത്തി വന്ന ഒരു വലിയ സംഘത്തിൻ്റെയാണ് വേരറുത്തത് പോലീസ്. കേസിലെ 1-ാം പ്രതി അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിനാണ്. ഗ്രൂപ്പ് അഡ്മിൻ്റെ പേര് അമ്പാടി വീട്ടിൽ അജയ് വിനോദ്. ഗുരുവായൂർ നെന്മിനി സ്വദേശിയാണ്. 24 വയസ്സ് മാത്രമാണ് പ്രായം. ഇനി ഏജന്റുമാരോ? കൊടുങ്ങല്ലൂർ SN പുരം പനങ്ങാട് മലോട്ടിക്കൽ വീട്ടിൽ MJ ഷോജിൻ. അയാളുടെ പ്രായം 21 വയസ്സാണ്. മറ്റൊന്ന് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ലോഡ്ജിലെ ജീവനക്കാരനായിട്ടുള്ള പാലക്കാട് പെരിങ്ങോട്ട് രഞ്ജിത്ത്. ഇയാൾക്ക് 41 വയസ്സ് പ്രായമുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുകയാണ് ഈ സെക്സ് റാക്കറ്റിനെ കുറിച്ച്.
ഗുരുവായൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന പെൺവാണിഭത്തെ പറ്റി വലിയ തോതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നത്. അങ്ങനെ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ അതിന് എതിർവശത്തെ ലോഡ്ജിൽ നിന്നാണ് അജയ് വിനോദിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യം ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഏജന്റുമാരെ പറ്റി വിവരം ലഭിച്ചു പോലീസിന്. അങ്ങനെ അജയെ ആദ്യം റിമാൻഡ് ചെയ്തു. ഗ്രൂപ്പിലെ മറ്റൊരു അഡ്മിൻ അതൊരു സ്ത്രീയാണ്. ഇപ്പോൾ ഈ സ്ത്രീയെ കണ്ടെത്താനും അവരുടെ മറ്റ് ഏജന്റുമാരെയും ഒക്കെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇതൊരു വലിയ ശൃംഖലയാണെന്നും ഈ സ്ത്രീ മാത്രമല്ല ഇതിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ട് എന്നും ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് പോലീസ്. ആദ്യമേ പറഞ്ഞല്ലോ, വാട്സപ്പ് കമ്മ്യൂണിറ്റികളാണ് ഇതിന്റെ ആധാരം. ഓൾ കേരള റിയൽ മീറ്റ് സർവീസ് RMS എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ്. ഈ കമ്മ്യൂണിറ്റി ഏതാണ്ട് 5 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ എത്രയോ പേരെ ജോയിൻ ചെയ്തിരിക്കുന്നു. എത്രയോ പേർക്ക് ഡെയിലി കസ്റ്റമേഴ്സായി അവർ പ്രതീക്ഷിച്ച് എത്രയോ പേർക്ക് അവർ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. 1.5 വർഷത്തോളമായി ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മാത്രമല്ല, ഇവർക്ക് ഈ സെക്സ് റാക്കറ്റിന് കേരളത്തിലെ 14 ജില്ലകളിലും ബന്ധമുണ്ട്, ഏജന്റുമാരുണ്ട്. കേരളത്തിലെ പല ലോഡ്ജുകളിലെയും ജീവനക്കാർ ഇവരുടെ ഏജന്റുമാരാണ് എന്ന് പോലീസ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രസകരമായ കാര്യം പറയട്ടെ, 1ാം പ്രതിയായിട്ടുള്ള അയാൾക്ക് ബാങ്ക് ജോലി കിട്ടിയതാണ്. ആ ബാങ്ക് ജോലി കിട്ടിയിട്ടും അതുപോലും ഉപേക്ഷിച്ച് ഈ പണിക്കിറങ്ങി അയാൾ. പോലീസിനെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു ബാങ്ക് ജോലിക്ക് കിട്ടുന്ന ശമ്പളമൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അതിലും കൂടുതൽ ഈ പെൺവാണിഭം വഴി അയാൾ നേടുന്നു എന്നുള്ളത് പോലീസിനെ അമ്പരപ്പിച്ചു. എന്നാലും ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അജയ്കുമാർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ 3 പേരിൽ ഒതുങ്ങില്ല ഈ സെക്സ് റാക്കറ്റിന്റെ ദൈർഘ്യമെന്ന് ഇവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. യൂട്യൂബ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കാറുണ്ട്, നല്ല വീഡിയോകൾ കാണാൻ, കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാനൊക്കെ. ഒരു ശസ്ത്രക്രിയ നടത്താൻ ഒരു വ്യാജ ഡോക്ടർ യൂട്യൂബിനെ ആശ്രയിച്ചാലും ഉത്തർപ്രദേശിൽ ആ വ്യാജന്റെ മുന്നിൽ ജീവൻ തന്നെ നഷ്ടമായി ഒരു യുവതിക്ക്. ഉത്തർപ്രദേശിലെ ബരാബങ്കി ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ളൊരു സംഭവം. ഒരു സ്ത്രീ ഒരു വ്യാജ ഡോക്ടർ എന്നറിയാതെ അയാളുടെ അടുത്തെത്തി. പക്ഷേ യൂട്യൂബ് നോക്കി ഇയാൾ ചികിത്സിച്ചു, ശസ്ത്രക്രിയ നടത്തി. ആ സ്ത്രീ മരിക്കുന്നു. തെഹ്ബഹാദൂർ റാവത്ത് എന്നാണ് അയാളുടെ ഭർത്താവിന്റെ പേര്. അവരുടെ ഭാര്യ മുനിഷ റാവത്ത്. ഇവർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ ക്ലിനിക്കിൽ ഓപ്പറേഷൻ നടത്തിയത് ആരാണ്? ഗ്യാൻ പ്രകാശ് മിശ്ര എന്ന വ്യാജ ഡോക്ടറാണ്. മാത്രമല്ല, സഹായിയായി അയാളുടെ അനന്തരവനുണ്ടായിരുന്നു വിവേക് കുമാർ മിശ്ര. ഈ 2 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. യൂട്യൂബിലെ ട്യൂട്ടോറിയൽ വീഡിയോ കണ്ട യൂട്യൂബിൽ പലതരത്തിലുള്ള വീഡിയോകളുണ്ടല്ലോ. ഓപ്പറേഷൻ നടത്തുന്ന വീഡിയോ യൂട്യൂബിൽ നോക്കിക്കൊണ്ട് ഇയാൾ, വ്യാജ ക്ലിനിക് ഉടമയായിട്ടുള്ള ഇയാൾ, തൻ്റെ അനന്തരവനെ സഹായിയെ നിർത്തി ഈ യുവതിയെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. കടുത്ത വയറുവേദനയെ തുടർന്നാണ് ഡിസംബർ 5-ാം തീയതി മുനിഷ റാവത്ത് ഭർത്താവിനൊപ്പം കോത്തിയിലെ ശ്രീ ദാമോദർ ഔഷധാലയ എന്ന ഈ വ്യാജ കേന്ദ്രത്തിലേക്ക് എത്തിയത്. അവർക്കറിയില്ലായിരുന്നു അതൊരു വ്യാജ കേന്ദ്രമാണെന്ന്. കാരണം അവിടെ വന്ന് പലപ്പോഴും അസുഖം വരുമ്പോൾ മരുന്ന് വാങ്ങാറുണ്ട്, ഭേദപ്പെടാറുണ്ട്. പക്ഷേ ഇയാളൊരു വ്യാജനാണെന്ന് ബോധ്യപ്പെടാൻ ആ നാട്ടുകാർക്കും സാധിച്ചിരുന്നില്ല ഇതുവരെ. മൂത്രാശയത്തിലെ കല്ലുമായി ബന്ധപ്പെട്ട അസുഖമായിരുന്നു ഈ സ്ത്രീക്ക്. അങ്ങനെ മനുഷ്യയെ ഇയാൾ പരിശോധിച്ചു. ഗ്യാൻ പ്രകാശ് മിശ്ര പറഞ്ഞു, മൂത്രാശയത്തിലെ കല്ല് കാരണമാണ് പ്രശ്നം, പക്ഷേ ശസ്ത്രക്രിയ വേണം. അതായിരുന്നു ആ വ്യാജ ഡോക്ടറുടെ നിർദ്ദേശം. 25,000 രൂപ ചെലവ് വരുമെന്നായിരുന്നു ആദ്യത്തെ അയാളുടെ പ്രതികരണം. അങ്ങനെ 25,000 രൂപയ്ക്ക് സമ്മതിച്ച് ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും. दवा आने आए तो ये डॉक्टर साहब ने बताया कि
पहले जांच करा लो। जांच कराया, जांच कराने के बाद जब आए इनके पास तो बताने लगे यही कि ऑपरेशन आपका हो गया। उनके बाद ऑपरेशन किया, एक दिन पहले हम ले आए, मतलब भर्ती किया, एक दिन ऑपरेशन हो गया, दूसरे दिन मतलब 6 बजे। ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറഞ്ഞത് കേട്ടല്ലോ, ഓപ്പറേഷൻ നടന്ന തൊട്ടടുത്ത ദിവസം അവളുടെ മരണം സംഭവിച്ചുവെന്ന്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി ഈ തെഹ്ബഹാദുർ റാഹത്ത് എന്ന ഭർത്താവ് 20,000 രൂപയാണ് ഇയാൾക്ക് നൽകിയത്. ശസ്ത്രക്രിയയുടെ സമയത്ത് ഗ്യാൻ പ്രകാശ് മിശ്ര മദ്യലഹരിയിലായിരുന്നു. അത്യാവശ്യം മദ്യലഹരി എന്ന് പറഞ്ഞാൽ പോരാ, അടിച്ച് ഫിറ്റായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വയറ് കീറി മുറിക്കാനുള്ള ധൈര്യം ആ മദ്യത്തിൽ നിന്ന് അയാൾ കണ്ടെത്തുന്നു. അങ്ങനെ യൂട്യൂബ് വീഡിയോ കണ്ട ശേഷമാണ് ശസ്ത്രക്രിയ ആരംഭിച്ചതെന്ന് ഭർത്താവ് പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞതാണ് ഞെട്ടിപ്പിക്കുന്നത്. ഇയാളുടെ അനന്തരവൻ വിവേക് കുമാറാണ് നേരത്തെ പറഞ്ഞതുപോലെ സഹായിച്ചത്. ഗ്യാൻ പ്രകാശ് മിശ്ര മുനിഷയുടെ വയറ്റിൽ വലിയൊരു മുറിവുണ്ടാക്കി. മൂത്രാശയത്തിലെ കല്ലാണല്ലോ വിഷയം. അങ്ങനെ ആ വലിയ മുറിവിൽ അവൾക്ക് ബ്ലീഡിംഗ് നിൽക്കാത്ത സാഹചര്യമായി, പഴുപ്പായി. അങ്ങനെ അവൾ മരണം സംഭവിച്ചു. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇടത്ത് ആ സർജറി നടത്തുന്നു. ഡിസംബർ 6 വൈകുന്നേരത്തോടു കൂടിയാണ് മുനിഷയുടെ മരണം. ഗ്യാൻ പ്രകാശ് മിശ്രയുടെ ക്ലിനിക്കിന് അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. എന്താണെങ്കിലും നാട്ടുകാർക്ക് പക്ഷേ വേറെ കാര്യം പറയാനുള്ളത്, ഇയാൾ മരുന്ന് നൽകാറുണ്ട്, ഞങ്ങൾ ചികിത്സയ്ക്ക് പോകാറുണ്ട്, പക്ഷേ അവിടെ സർജറി നടക്കാറുള്ളതായിട്ട് അറിയില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. जड़ी बूटी वाला दवाखाना था, जो जड़ी बूटी पीस के दिया। अच्छा, ये महिला की बताया जा रहा है कि उसकी मौत हो गई है। अभी इस बारे में कुछ पता नहीं, इस बारे में कुछ नहीं पता। तो कब से यहाँ चल रहा था ये पीढ़ी दर पीढ़ी चल रहा है। तो अभी यहाँ पे तो नोटिस यहाँ पे चिपका दी अब गई। हमको इस बारे में पता नहीं, हम तो बाजार आए थे सब्जी लेने, देखा बंद है तो बढ़ गया हम। तो आज ही बंद है कि बंद अब था? आज ही हमको बंद मिला, आज ही पहले तो खुले मिलता था। अच्छा, आज ही हमको बंद मिला। आप भी यहीं के रहने वाले हैं? इस जगह के बारे में कुछ जानते हैं, क्या है ये? यहाँ इनके यहाँ पुश्तैनी आज समय पीढ़ियों से जड़ी बूटी की दवाई दी जाती है। अच्छा, तो अभी जो चर्चा हो रही है आपको शायद पता होगा कि हमने सुना नहीं। अच्छा, सुना नहीं। जानकारी। अच्छा, ഈ ശസ്ത്രക്രിയയ്ക്ക് സഹായിച്ച അനന്തരവൻ വിവേക് കുമാർ മിശ്ര റായ്ബറേലിയിലെ ഒരു ആയുർവേദ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. സർക്കാർ ജോലിയാണത്. ആ ജോലിയുടെ മറവിൽ വർഷങ്ങളായി നിയമവിരുദ്ധമായി ക്ലിനിക്ക് നടത്തുകയായിരുന്നു രണ്ടുപേരും ചേർന്ന്. എന്താണല്ലേ? തമിഴ്നാട്ടിൽ വലിയൊരു മോഷണം നടന്നു. സ്വർണ്ണപ്പണിശാലയിൽ, അതായത് സ്വർണ്ണാഭരണം നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പിൽ 1 കിലോയിലേറെ സ്വർണമാണ് പൊക്കിയത്. ആ രണ്ടുപേരെയും പോലീസ് പൊക്കി. കോയമ്പത്തൂരിലായിരുന്നു ഈ സംഭവം. കോയമ്പത്തൂരിൽ മോഷണം നടത്തി 24 മണിക്കൂറിൽ തന്നെ കള്ളന്മാരെ പോലീസ് പൊക്കുകയും ചെയ്തു. നവനീത കൃഷ്ണൻ എന്നയാളുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ സ്വർണ്ണപ്പണിശാല. മരത്തിന്റെ പെട്ടിയിൽ വലിയ തോതിൽ സൂക്ഷിച്ചു വെച്ചിരുന്നതായിരുന്നു ഈ സ്വർണം മുഴുവൻ. തിങ്കളാഴ്ച രാവിലെ വർക്ക്ഷോപ്പിന്റെ കതക് പൊളിഞ്ഞ നിലയിൽ കണ്ടതോടുകൂടിയാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നു എന്നറിയുന്നത്. ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരനാണ് ഈ കതക് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ നവനീത കൃഷ്ണൻ പാഞ്ഞെത്തി. പരിശോധിച്ചപ്പോൾ 1.25 കിലോയോളം സ്വർണം നഷ്ടമായതായി ഇയാൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ വെറൈറ്റി ഹോൾ പോലീസ് സ്റ്റേഷനിൽ ഈ നവനീത കൃഷ്ണൻ വിളിച്ചറിയിച്ചു. 4 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു പോലീസ്. CCTV കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന അന്വേഷണം. അങ്ങനെ 2 പേർ പിടിയിലായി, മുരുകൻ, ചിന്നദുരൈ എന്നിവർ. മുഴുവൻ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. മുരുകൻ നേരത്തെയും ജ്വല്ലറി മോഷണങ്ങളിൽ പിടിയിലായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ചിന്നദുരൈ തൂത്തുക്കുടി സ്വദേശിയാണ്. ചെറിയ മോഷണങ്ങളും കഞ്ചാവ് ബിസിനസ്സും ഒക്കെയായിരുന്നു ഇയാളുടെ പരിപാടി. കനുവെ പ്രദേശത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. മറ്റൊരു സ്ഥാപനത്തിലും ഈ മോഷണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിന്റെ ഇരുമ്പ് പൂട്ട്, വാതിലിന്റെ പൂട്ട് പൊളിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് നവനീതിന്റെ ഈ സ്ഥാപനത്തിലെത്തി ഇവർ മോഷണത്തിന് ശ്രമിക്കുന്നത്. എന്നാലും സംഭവത്തിന് ശേഷം ഇത്തരം സ്ഥാപനങ്ങളോട് സുരക്ഷ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ്. എങ്ങനെയൊക്കെയാണ്
സ്വർണ്ണപ്പണി നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും CCTV പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കണം. ഒപ്പം ഇരുമ്പ് ഷട്ടറുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ നിർദ്ദേശം. ഇനിയും സംഭവിക്കരുതല്ലോ ഇതുപോലുള്ള സ്വർണ്ണക്കൊള്ളകൾ. എത്രമാത്രം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളുടെ കാഴ്ചകളുമായി 24 വീണ്ടും നാളെ 20 മണിക്കൂർ. നമസ്കാരം.